നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് തടി വെക്കണമെന്നല്ലേ നീ പറഞ്ഞത്? നീ ഇവിടെ ഒരു തൂമ്പ എടുത്ത് ആ പറമ്പെല്ലാം അങ്ങോട്ട് കിളച്ച് മറിച്ച് ആ തെങ്ങിന് തടവൊക്കെ അങ്ങോട്ട് പോരും. അപ്പം നിനക്ക് വണ്ണവും വെക്കും ആരോഗ്യവും വെക്കും. നീ ചൊറിഞ്ഞോടി കുഞ്ഞേ. ഓ അത് പറഞ്ഞ കാര്യടാ. നല്ലോണം അധ്വാനിച്ചാൽ മതി, കളച്ചാൽ മതി. നീ അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് ചൊറിയടി വേണേ. ആ ചൊറിയാണ്. ആ ഇതെന്നാ കടി? അടങ്ങിയിരിക്ക അവിടെ. തൂമ്പെടുത്തോണ്ടേ രണ്ടൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കിണ്ണു വെച്ചാന്നല്ലോ. ചൊറിച്ചിലാണെങ്കിലും തിന്നൊന്നൊരു കുറവില്ല. മധു നീ എന്റെ മേടിക്കും കേട്ടാ. ആ ഓ എന്ത് പാടാ. എടുത്തോട്ടേടാ. കൊണ്ടുവരാ. എവിടെ നിക്കണേ? കൊണ്ടുവരാ. അങ്ങനെ ഇരുന്നോ? ആരോഗ്യമിക്കണ്ടേ? എടുത്തോട്ടെ. അളക്കണം. ഇവിടെ തന്നെ ഇരിക്കണേ. അയ്യോ പണ്ട് എന്തോരം മാങ്ങ കിട്ടിയിരുന്ന എന്റെ ഉന്നൊക്കെ പോയി തോന്നുന്നുണ്ട്. എന്തോടി കാണിക്കുന്നത്? അമ്മ കണ്ടാറിനൂടെ കല്ലെറിയണ് മാങ്ങക്ക്. ഡേ മാങ്ങ വേണമെങ്കിലേ ഒരു തോട്ടി കൊണ്ടുവന്ന് പറിച്ചിട്ട് അത് തിന്നാൻ നോക്കുക. അല്ലാതെ ആ പൂക്കുലെല്ലാം കൂടെ അടഞ്ഞു വീഴും കല്ലെറിഞ്ഞ. അതിന് മാങ്ങ ആർക്ക് വേണം? ഈ കല്ലുകൊണ്ട് മാങ്ങ എറിഞ്ഞിട്ട് മാങ്ങ ഇങ്ങനെ വീഴൂലേ, എന്നിട്ട് അത് മാങ്ങ എടുക്കണം. ആ മാങ്ങ എടുക്കണം, അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനേ നിനക്കിട്ട് 2 അടി വെച്ചിരുന്ന നല്ല സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. അടിക്കട്ടെ അടി. നമുക്ക് നാണാവില്ല അമ്മേ എന്നെ തല്ലാനായിട്ട്. അയ്യോ അറിയണ്ട അറിയണ്ട. അമ്മ എറിയട്ടൊരു മാങ്ങ, ഒറ്റ മാങ്ങ ലാസ്റ്റ്. എന്തോരം മാങ്ങ കല്ല് കൊണ്ടുപോടി ഇവിടെ. അല്ല നിങ്ങളെന്നീ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത് അയൽവാസികളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ടാ? ഞങ്ങൾ പറയിപ്പിക്കില്ല, നീയായിട്ടത് പറയിപ്പിക്കായിരുന്നാ മതി. ആ എന്നാ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തുവാ? ലവ് ലെറ്ററാ? ടൈം ടേബിൾ നോക്ക്. സ്കൂൾ സ്റ്റുഡൻസ് ഞങ്ങള്. ഇത് എന്നെ കൊടുത്ത് പറ്റുന്നില്ല, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്തുവാടി? ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. സൺഡേ സരിത, മൺഡേ സരിത, ട്യൂസ്ഡേ തുണി കഴുകൽ സരിത, തേഴ്സ്ഡേ 2 ദിവസം സരിത, പാത്രം കഴുകൽ കുക്കിംഗ്, ഫ്രൈഡേ സരിത തുണി കഴുകൽ. ഈ പണിയൊക്കെ ചെയ്യാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ, ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഇത്ര നാള് ഞാനല്ല അമ്മ ചെയ്ത ഈ ജോലിയല്ലോ, അപ്പൊ ഞാൻ വേലക്കാരിയായിട്ടാ? അവള് പറഞ്ഞത് ന്യായം തന്നെയാ. അവളല്ലേ ഇത്ര നാളും പണിയെടുത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, സൺഡേ രാവിലെ തുണി കഴുകൽ അമ്മ. അമ്മയ്ക്ക് അന്ന് വൈകുന്നേരം ലാസ്റ്റത്തെ പണി അടിച്ചു പരത്തൽ, അടിച്ചു വാരൽ. മൺഡേ പാത്രം കഴുകൽ അമ്മ, ട്യൂസ്ഡേ അമ്മ അടിച്ചു വാരൽ, വെനസ്ഡേ അമ്മ പാത്രം കഴുകൽ കുക്കിംഗ് അമ്മ, തേഴ്സ്ഡേ അമ്മ തുണി കഴുകൽ, ഫ്രൈഡേ അമ്മ 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 അമ്മ. ഇപ്പൊ അമ്മയല്ലേ ചെയ്യോടി ഇവിടുത്തെ വേലക്കാരിയായിട്ട്? ഞാനല്ലേ ടൈം ടേബിൾ ഉണ്ടാക്കിയത്. ചോദിച്ചോ എന്തുവാടി ഇത്? ഈ ടൈം ടേബിളിനനുസരിച്ച് പോയാൽ എല്ലാവർക്കും നല്ലത് അല്ലേ? ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കൂ, അത്രേ ഉള്ളൂ. എടി കുഞ്ഞ അവളിപ്പോ വന്നതല്ലേ ഉള്ളൂ, അവളീ പണിയൊക്കെ എങ്ങനെ ചെയ്യുന്നേ? അമ്മ ഇതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറയലെടുത്ത് പോയി പറയാം. പറഞ്ഞിട്ട് വരട്ടെ. ഓ ഇല്ല അമ്മയും വന്നിരിക്കുന്നു. നോക്കങ്ങോട്ട്. ചേട്ടന്റെ ഭാര്യ ഈ വീട്ടിലുള്ള എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടൈം ടേബിൾ അത്. അമ്മ സരിത പുഷ്പ അമ്മ, പുഷ്പ അമ്മ സരിത സരിത. ഗംഭീരം. ഈ പ്രായമായ അമ്മ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആ ടൈം ടേബിളിൽ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാമോ? ഹലോ, അമ്മയുടെ മരുമോളാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണല്ലോ പറയപ്പെടുന്നത്. അമ്മയ്ക്ക് നാവുകൊണ്ട് അവക്ക് ചെവിയുണ്ട്. നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അവള് കേട്ടോളൂ. അവളെ ഞാനല്ലേ കെട്ടിക്കൊണ്ട് വന്നത്. ചേട്ടന്റെ ഇരിപ്പ് കണ്ടാലേ ചേട്ടനെ ചേച്ചി ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നു തോന്നുന്നു. മിണ്ടരുത്. ഈ വീട് സമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നീ ആയിട്ട് ഇടപെട്ട് കൂടെ പാര വയ്ക്കാൻ നിൽക്കല്ലേ. ഞാൻ മിണ്ടും, എന്റെ പേര് അതിലുണ്ട് ഈ പണിയില്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യില്ല, ഇറങ്ങി പോ. എടാ അവളെന്റെ മോളാ, അവളെ ഇറക്കിവിടെ നീ ആരടാ? അമ്മയുടെ മോനാ ഞാൻ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മോനെ, നിന്നെയും ആ പുഷ്പയും കൂടെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ നീ എന്നാ ചെയ്യും? ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി പോകും. ഇറങ്ങി പോവാൻ പറയാമേ. അവരിറങ്ങിപ്പോയാ എന്നെ ആര് നോക്കും? അമ്മേനെ ഞാൻ നോക്കും. കേട്ടല്ല, അമ്മേനെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞ കേട്ടല്ല. ഞങ്ങൾ ഇറങ്ങി പോട്ടെ. വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോയാ അത് ശരിയാവില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. പണി പാളി. എന്റെ സ്വഭാവം ചേട്ടൻ അറിയൂട്ടാ. നിന്റെ സ്വഭാവം കുറെ കാലമായിട്ട് അറിഞ്ഞോണ്ടിരിക്കുന്നതല്ലേ. ഏഷണി പാര അല്ല അല്ല. എരുമപ്പാല് കഴിഞ്ഞിട്ടേ ഉള്ളു സത്യം പറഞ്ഞ. എന്നാ ടേസ്റ്റ് ആണ്. എടാ തിളപ്പിക്കാണ്ട് കുടിക്കട, പച്ചയ്ക്ക് കുറച്ച് വൈറ്റമിൻസ് കേറട്ടെ.
ഞാൻ എങ്ങനെ വേണം കുടിച്ചോളാം, നിങ്ങളൊന്ന് മാറി തന്നാ മതി. ഇത് കഴിഞ്ഞ് 2 മുട്ടയും കൂടെ കുത്തി കയറ്റിയിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യണം. അപ്പൊ തന്നെ എല്ലായിടത്തും എത്തും പ്രോപ്പറായിട്ട്. തൊടല്ലേ പാല് കേട്ടാ. അയ്യോ എനിക്ക് വേണ്ട. ആക്രാന്തം. ഇനി വർക്കൗട്ട് ചെയ്താ എല്ലായിടത്തും എല്ലാം ശരിക്ക് എത്തും. എടാ നീ എന്ത് വർക്കൗട്ട് ചെയ്തിട്ട് എന്താ കാര്യം? അടയ്ക്കാമരം പോലെ ഇരിക്കണേ. അടയ്ക്കാൻ മരത്തിൽ നിന്ന് അരക്ക എങ്ങനെ കിട്ടി? ഇവനെന്താണ് എന്ത് കിട്ടാനാ? ഓ നിന്നെല്ലാം കൊണ്ട് ഇവിടെ എന്താ അവന് വലിയ ഗുണമുള്ളത്? എന്ത് അച്ഛൻ എന്നെ ചേർത്തേക്കുന്ന ഇവിടെ PSC പഠിക്കാൻ, അത് എന്റെ ഗുണം കണ്ടിട്ട് തന്നെ ചേർത്തേക്കുന്നു. കുടി. മറന്നേക്ക അല്ല ഇനി കൈയൊക്കെ മുഖത്ത് കൊണ്ടുവന്നൊക്കെ വരും. നീ കല്ലെടുത്തല്ലോ കേട്ടോ. ഡാൻസ് കളിക്കുവാണോ? ഡാൻസ് ഇല്ല, ഞാൻ പലതും കളിക്കും. നിനക്കൊക്കെ എന്താ? ഇതൊന്നേ വേണോ? വേണ്ട, കുടിച്ചോ. എനിക്കേ നിന്റെ ഒരു സഹായം വേണം. എന്റെ ഒരു സഹായവും ഇല്ല. ജിമ്മിലെ പറഞ്ഞപ്പോ തന്നെ എന്നെ പഠിച്ചു വിട്ടില്ലേ ജിമ്മിൽ ചേർക്കാളെ. ചെറുക്കനടാ എടാ, അതൊക്കെ നിസ്സാരമായിട്ട് സാധിച്ചെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ വേറൊരു സീരിയസ് മാറ്റർ ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു മാറ്ററും ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തൊന്നുമില്ല സഹായിക്കും. എനിക്ക് എങ്ങനെയും 6 പാക്ക് വരുത്തണം. അച്ഛാ ആ എന്താണ്? വേണ്ട മക്കളെ, അത് നിങ്ങളെ കൊണ്ട് നടക്കാത്ത സംഗതിയാ. എന്ത് വർത്താനാച്ചാ? ഇവിടെ ഇച്ചിരി കുരുട്ട് ബുദ്ധിയൊക്കെ വേണ്ട ഒരു കാര്യമാണ്. അത് ഇവനല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവൻ്റെയൊക്കെ സഹായം ചോദിച്ചു. അച്ഛ കുരുട്ടുബുദ്ധിയുടെ ആശാത്തിയല്ല നിക്കണേ. അവളെല്ലാം റെഡിയാക്കി തരും അല്ലേ കൃഷ്ണ? മതി 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 കേട്ടാ. എന്നെ ഇട്ട് താങ്ങണ്ട. എന്താ അച്ഛാ കാര്യം? എടേ, ഞാൻ നിങ്ങളുടെ അപ്പച്ചി അവിടെ ഇരുന്ന സമയത്ത് അവളോട് ഒത്തിരി സ്നേഹത്തിലൊക്കെ സംസാരിച്ച് അവൾക്ക് ഇച്ചിരി കഞ്ഞിയൊക്കെ ഒരു വായി വെച്ച് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് നിന്റെ അമ്മ അങ്ങോട്ട് വന്നു. അമ്മ അങ്ങോട്ട് വലിയ ഒന്ന് ചലിക്കാൻ തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് കഞ്ഞി കോരിത്തരാത്തത്, ആനയാണ് കൂനയാണ്. ദേ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടാ ഒരു ടൈം ടേബിൾ എഴുതി കൊണ്ടുവന്നിരിക്കുന്നു. എന്താ അത്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ജോലി അലോട്ട് ചെയ്തുകൊണ്ടുള്ള ടൈം ടേബിളാ. അയ്യ ഇത്രയുള്ള കേസ് എന്നാ അമ്മയ്ക്ക് അച്ഛൻ കുറച്ച് കഞ്ഞി വാരിക്കൂടാ, പ്രശ്നം അങ്ങ് തീരട്ടെ. എന്നെ ഇവിടെ ദൂരം ഒറ്റ മണി വെച്ചിട്ട് കഞ്ഞി കൊടുത്താൽ തീരുന്ന പ്രശ്നമൊന്നും ഇപ്പം. ഇത് എല്ലാവർക്കും ഉള്ള പണി. ദേ അതിനകത്ത് അച്ഛമ്മയും എല്ലാവരും പേരെഴുതി വെച്ചിരിക്കും. ഇപ്പൊ അവരെല്ലാം കൂടെ എന്റെ തലയിൽ കയറുന്ന പൊങ്കാല ഇടുക. അയ്യോ അതിൽ എന്റെ പേരുണ്ടല്ലോ. നിനക്കും ഉണ്ട് പണി. അയ്യോ പാവം എന്റെ ചേച്ചി പണിയെടുക്കോ? അയ്യോ ചേച്ചിക്ക് മാത്രമല്ല അനിയത്തിക്കും ഉണ്ട് പണി. എനിക്കാ? എന്നെ നിന്നൊന്ന് മാറ്റി തരണം കേട്ടോ. എനിക്കാണ് PSC പഠിക്കാനുണ്ട്, ജിമ്മിൽ പോകണം. എനിക്ക് ഒന്നും സമയമില്ല. പറ്റത്തില്ല. ഡേ നിർത്തടേ. നിന്റെ അമ്മയാ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ വലിയ പെറ്റാണല്ലോ. നീ പോയി നിന്റെ തള്ളയെടുത്ത് പറ, അവർ ശരിയാക്കി തരും. നിന്റെ പണി അതാദ്യം പറയാം. ഈ പറമ്പിലും ഈ മിറ്റത്തൊക്കെ കാണുന്ന പുല്ല് പറിക്കണം ശനിയും ഞായറും. പറ്റിയ പണിയല്ലേ? ഇത് കൂടാണ്ട് അപ്പച്ചിക്ക് അച്ഛമ്മയ്ക്ക് എല്ലാവർക്കും പണി വിധി വെച്ചിട്ടുണ്ട്. അച്ഛാ പ്രശ്നം എനിക്ക് മനസ്സിലായി. എന്നതാ? കല്യാണം കഴിഞ്ഞ എല്ലാ ഭാര്യമാർക്കുള്ള പ്രശ്നമാണ് ഇത്. ഞാൻ സോൾവ് ചെയ്ത് തരാം. നീ കുറെ കെട്ടിയതാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാനുള്ള അറിവൊക്കെ ഉണ്ടല്ലോ. അച്ഛാ അത് വിട്. എന്താ അച്ഛന് റൊമാൻസ് കാണിക്കാൻ പറ്റുമോ? ഇടേ പണ്ട് റൊമാൻസ് കാണിച്ചതാ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് 4 പിള്ളേരൊക്കെ ആയത്. ഇനിയും വേണമെങ്കിൽ ഇനിയും ആവാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കാണിക്കേണ്ടത് ഇപ്പൊ കാണിക്കണം. ഞാനൊരു പാട്ട് പാടിയാലോ? സൂപ്പർ. അച്ഛാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ വിളിക്കണ കാര്യമല്ല പറഞ്ഞേ, അമ്മേനെ വിളിക്കണ കാര്യ. വേണമെങ്കിൽ മോഹിനിയാണ്ടി വരും, പക്ഷെ അമ്മ വീഴത്തില്ല. വേറെ എന്ത് ചെയ്യണം പറ. ഒരു കാര്യം ചെയ്, അച്ഛൻ നല്ലൊരു ഡാൻസ് അങ്ങ് കളിക്ക്. നിന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കാനും ഞാൻ തയ്യാറാ. നീ കൊഴങ്ങനെ ചിരിക്കണ്ട. ഈ പ്രായത്തിൽ അച്ഛൻ ഡാൻസ്, അമ്മ വളർന്നങ്ങ് ഒടിഞ്ഞങ്ങ് വീഴ നോക്കിയിരുന്നു. കൂടുതൽ പുജ്ഞം വേണ്ട. പുഞ്ഞിക്കുന്നില്ല, കാണട്ടെ. ഞാൻ ഒട്ടകപ്പാലും കുടിച്ചോണ്ടിരി. എരുമപ്പാല് എന്തോ ആട്ട് ഇവൻ പറയണോന്നും കേക്കണ്ട അച്ഛാ, ഞാൻ പറഞ്ഞുതരാം. പറയും. വാ, ഇവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാമില്ല. വാ നമുക്ക് പോയി സെറ്റാക്കാം. വാ, നീ അങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛനെ. അച്ഛനെ റൊമാൻസ് പഠിപ്പിക്കാൻ ഞാൻ വരുന്നു. വാ. ഒട്ടകപ്പാലും കുടിച്ചോണ്ടിരുന്നു കേട്ടാ. എന്താണ് പാടി? നിന്റെ പേര് കൊണ്ടതില്ലേ കേട്ടാ. വാ മക്കളെ. നിനക്കൊന്നും വന്ന നാണാവില്ല. ഇത് എന്തോന്ന്? പോടാ. പുഷ്പേ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ തനിച്ച് നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ബാക്കിന്ന് പേടിപ്പിക്കരുതെന്ന്. പേടിപ്പിച്ചല്ല, സ്നേഹം കൊണ്ട് വിളിച്ചതാ. സ്നേഹം കൊണ്ട് ഇങ്ങനെയാ വിളിക്കുന്നത്? നിനക്കെന്തോ എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു വഴക്കിടാനുള്ള ഒരു തോന്നും, പിണക്കവും എല്ലാം. എനിക്കങ്ങനെ ആരോടും ഒരു ദേഷ്യവും വഴക്കൊന്നുമില്ല. ഉറപ്പാണോ?
ഞാൻ പറഞ്ഞോ നിങ്ങളോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന്. അല്ല, നിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. അല്ല പൊടിയല്ലേ? എന്നാ നിങ്ങൾ തുടക്ക്. അലർജി ഉള്ളല്ലേ? തുമ്മും. അപ്പൊ എനിക്ക് അലർജി ഒന്നുമില്ല. ഞാനേ ഇങ്ങനെ ഇരുന്നപ്പോഴേ, എങ്ങനെ ഇരുന്നപ്പോ? അല്ല ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഞാൻ നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് പണ്ടൊരു ഐസ്ക്രീം പാർലറൊക്കെ പോയില്ലേ, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ? അതെയാ, നല്ല രസമായിരുന്നു. അതിനെന്താ വേണ്ട ഇപ്പൊ? ഒന്നുമില്ല, അതിങ്ങനെ ഓർത്തു, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ മറക്കുന്നുണ്ടായിട്ടില്ല, ഓർത്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ് എഴുതി വെച്ചായിരുന്നു. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ആദ്യമായിട്ടോ അവസാനമായിട്ടോ എന്നെ ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയത് അന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും മറക്കത്തില്ല. അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓരോ തിരക്ക് വന്നോണ്ടല്ലേ. ഈ ജോലി കച്ചവടം, സ്ഥലക്കച്ചവടം ഒക്കെ ആയിട്ട് ഓടി നടന്നുകൊണ്ടല്ലേ പിന്നെ നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. സെക്കൻഡിനും മിനിറ്റിനെല്ലാം ഭയങ്കര വിലയുള്ള ആളായിരുന്നല്ലേ നിങ്ങൾ? അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അയ്യോ, ആകെ വിട്ടുകളാ. പിന്നീട് നമ്മൾ ഈ ബീച്ചിൽ പോയ ഓർമ്മയുണ്ട? അത് ഞാൻ ഓർക്കുന്നുണ്ട്. കടലിങ്ങനെ വിശാലമായിട്ട് മുന്നിൽ ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് നല്ല കാഴ്ചയായിരുന്നു. പക്ഷെ ആ തിരമാല ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ, കാല് കുത്താൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്താ? അല്ല, നിങ്ങൾ അമ്മയ്ക്ക് വയറുവേദനയാന്ന് പറഞ്ഞിട്ട് ആളെ വിട്ടത് ഓർക്കുന്നുണ്ടാ? അത് പിന്നെ അമ്മയ്ക്കൊന്ന് ഗ്യാസ് ആയിട്ട് ഭയങ്കര വയറുവേദനയായിട്ട് കുഴപ്പമായി പോയില്ലേ? അങ്ങനെ ഓരോ കാരണങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവും. എന്റെ പ്രകാശ, അന്നത്തെ പോലെ ഇപ്പോഴും ഗ്യാസ്. എടാ ഈ ഗ്യാസിന് വല്ല മരുന്ന് ഇരിപ്പുണ്ടോ മോനെ? എന്തേലും മരുന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഗ്യാസിന്റെ ഒന്നും അല്ല. സമയവും കാലവും ഒന്നും നോക്കാതെ ഉമ്മ വലിച്ചു വാരി തിന്നേന്റെയാ. ദഹിക്കാത്തതാ. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് മാറും. ഇഞ്ചിയൊന്നുമില്ല. എടാ ഗ്യാസും അല്ലാത്തതൊക്കെ എനിക്ക് തിരിച്ചറിയാം. നീ ഗുളിക ഉണ്ടെങ്കിൽ എടുക്ക്. എടാ വയറ് കമ്പിക്കുന്ന ഇഞ്ചി ഇല്ലേ? കുഴപ്പമുണ്ടോ? എനിക്ക് വയ്യാഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്. തരാങ്ങിത്താ കൊടുക്കടി ഇഞ്ചി. ഇഞ്ചി ഇല്ല അമ്മേ, സത്യമായിട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഒരു കഷ്ണം തരുന്നതിന്. വെളുത്തുള്ളി ഗ്യാസിന് പറ്റത്തില്ല. എടാ നിന്റെ പെണ്ണുമ്പളെ പറയുന്നത് കേട്ടോ. ഉള്ളതല്ലേ അമ്മേ പറഞ്ഞ, വെളുത്തുള്ളി ഗ്യാസിന് പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞേ? എടാ ഇപ്പൊ പോയി പോയിട്ടൊന്നുമില്ല, പിടിച്ചു നിർത്തിയിരിക്കുക. അതുകൊണ്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെഞ്ചിനകത്ത്. ഓ, അങ്ങനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ ഉണ്ടല്ലേ അമ്മയ്ക്ക്? പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് കേട്ടാ. ഡി നിന്റെ ടൈം ടേബിൾ ഉണ്ടല്ലോ, അതിന് മാറ്റം വരുത്തണം. അതൊക്കെ മാറ്റം വരുത്താം. എങ്ങനെയാ മാറ്റം വരുത്തണ്ട പറഞ്ഞു? എനിക്ക് പണിയൊന്നും എടുക്കാൻ കഴിയില്ല. അല്ല, അമ്മയുടെ ജോലി മാത്രം ചെയ്താൽ മതി. നമ്മുടെ ജോലിയൊന്നും അമ്മ ചെയ്യണ്ട. നിന്റെ അമ്മൂമ്മോട് എന്ന് പറ ജോലി ചെയ്യാൻ. മരിച്ചുപോയ അമ്മൂമ്മയോട് പറയുന്നതിലും നല്ലത് അമ്മയോട് പറയുന്നതല്ലേ നല്ലത്? അതെ, അതാ നല്ലത്. എടാ ഈ ടൈം ടേബിളിന് ഒരു സൊല്യൂഷൻ നീ കണ്ടെത്തണം. അതിന് സൊല്യൂഷൻ കണ്ടെത്താനല്ല ഞാൻ ഇവിടെ വന്ന് ഇവളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇതിനിടയ്ക്ക് അമ്മയോട് വലിയ വരാൻ പറഞ്ഞു. ടൈം ടേബിളിന് അങ്ങനെ പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല അമ്മേ. അമ്മയുടെ മോന്റെ കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും എല്ലാ സൊല്യൂഷൻ കിട്ടും. കണ്ടോടാ, നേരത്തെ എനിക്ക് പുറം ചൊറിച്ചിലാണ്, ഇപ്പൊ ഗ്യാസും കയറി തുമ്മലും പിടിപ്പിച്ചു. നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനിടെ കൂടെ ഇക്കളും തുടങ്ങിയ എല്ലായി. അടുക്കള പോയിച്ചൊരു വെള്ളം എടുത്തുകൂടി. എന്നെ കുടിപ്പിക്കരുത് കേട്ടോ. അത് അവളെ വെള്ളം കുടിപ്പിക്കും. നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. ഞാൻ ഇടപെടുന്നില്ലേ. നമ്മൾ ഇടപെട്ടാലോ കുഴപ്പം. തുമ്മ മനസ്സില്ല എനിക്ക്. അച്ഛന്റെ റൊമാൻസ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തന്നെ വേണ്ടി ഒന്നില്ലേ? അച്ഛന്റെ റൊമാൻസിൽ അമ്മ വീണില്ലെങ്കിലേ ഈ വീട്ടിലെ പണി മൊത്തം നമ്മൾ എടുക്കേണ്ടി വരും. ശരിയാ. ദേ വരുന്ന അച്ഛൻ. അത് ശരി, ഇത്ര പെട്ടെന്ന് വീഴ്ത്തി അമ്മേനെ? നടന്നില്ല. നടന്നില്ലടി, അങ്ങോട്ട് നീങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ അച്ഛനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. എന്തിനു കൊള്ള ചാച്ചനെ? ഇങ്ങോട്ട് എന്തോ ചെയ്യാനാ, ഞാൻ മാക്സിമം ശ്രമിച്ചു ഒരു പരുവത്തിലെത്തി. അമ്മ അതേ വീണില്ല എന്നുള്ളൊരു ലൈനിലെത്തി. അപ്പൊ കുലുകുലാന്ന് ചുമച്ചോണ്ട് ഇക്കിളിയൊക്കെ കൊണ്ട് നിന്റെ അച്ഛമ്മ അങ്ങോട്ട് കയറി വരും. എല്ലാം കൂടാതെ. അല്ലെങ്കിൽ ഈ അച്ഛമ്മ ഒരു കട്ടുറുമ്പല്ല, ചൊറിയാമ്പുഴു. കാലത്തൊടങ്ങി ചൊറിഞ്ഞോണ്ടിരിക്കുക അവിടെ. നിങ്ങളുടെ അമ്മ ഒട്ടും മോശമൊന്നുമല്ല. അവളും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഓ, അച്ഛമ്മേനെ പറഞ്ഞു പിടിച്ചില്ല. നിങ്ങളുടെ അമ്മയെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കാര്യം വന്നാൽ എനിക്കും ചൊറിയുന്നേ. അതിന് അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്?
സത്യ ഈ അച്ഛനും അച്ഛമ്മ എടുത്ത് സരിതപ്പിച്ചെടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ. അത് ശരിയാ. ഇങ്ങനെ എന്തൊരു പോംവഴി പറ. ചുമ്മാ ഗുണഗുണാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ഒന്ന് റൊമാൻസ് സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കാം. നോ നോ നോ, റൊമാൻസ് എന്നൊരു സാധനം പറയരുത്. വേറെ വല്ല വഴിയുണ്ട് പറഞ്ഞു. വേറെ എന്ത് വഴി? എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് ചോദിക്കൂ. ഒരു കാര്യം ചെയ്, വലിയ റൊമാൻറ്റിക് സിനിമയാണ് ഇരുന്ന് കാണുക, അതേ ഇങ്ങനെ നടക്കത്തുള്ളൂ. CBI ഡയറക്കുറിപ്പ് കാണാം. സൂപ്പറാ, ഇരുന്ന് കാണും. അത്ര ആശയിരുന്ന് കാണും, പഠിക്കുന്നിട്ട്. റൊമാൻസിന് പറ്റിയ സിനിമയാ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. കൊളവാക്കിയല്ലേ അവിടെ ചെന്ന്. അത് പാട്ട് മാറ്റി പാടിയാലോ? ഓ പുഷ്പേ പുഷ്പേ നിനക്കൊരു ഗാനം. പോയാലോ നമുക്ക്? പോവാ. ഞങ്ങള് പോട്ടെ. അച്ഛൻ ഇവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് പാടിക്കളിച്ചു. വാ. പ്രണയം എഴുതി ഉണ്ടാക്കിയ മഹാമനുഷ്യരല്ലേ. ഞാനും ആയ കാലത്ത് കുറെ പ്രണയമൊക്കെ കളിച്ചതാ. ഞാനൊന്നും പറഞ്ഞ എന്നെ താത്തി കെട്ടാൻ നോക്കണ്ട. അടുത്ത വഴി ഞാൻ കണ്ടുപിടിക്കും. പുഷ്പേ, നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യം പരിയാനം പറ്റ പൂരത്തിന് പോയത് ഓർമ്മയുണ്ട? എടുത്തോ. നമുക്ക് വേണ്ട. ഓർമ്മ ഉണ്ടോ? അല്ല, നിങ്ങളെന്നെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ? ഒന്നുമില്ല, എനിക്കിപ്പോഴേ നമ്മുടെ ഇഷ്ടകാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഞാൻ അയവറക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ബിസ്ക്കറ്റ് വായിലിട്ടിട്ട് ഇങ്ങനെ അയവറക്കുന്നത്. പറ, നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അങ്ങനെ ഓർക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിനക്ക് ഓർക്കാൻ പറ്റിയ എന്താ ഉള്ളത്? ഈ വീട്ടിൽ വരുന്നത് വരെ ഓർക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ശരിയാ. അസുഖം പിടിച്ച് കിടക്കുന്നവരെ വരെ പോയി വിസിറ്റ് ചെയ്ത് കൊല്ലുന്ന കാലൻ കലാധരന്റെ ഓർമ്മകൾ നിനക്കുണ്ടാവും. അവിടുത്തെ കാര്യങ്ങളാണല്ലോ ഓർമ്മ വരിക. ഈ അസുഖം വന്നേ ഒന്ന് ഒരു പനി പിടിച്ച് കിടക്കുന്നവനെ പോലും പോയി ഒരാൾ കണ്ടു കഴിയുമ്പോൾ അയാൾ ചത്തുപോകുമല്ലോ. അതാണല്ലോ മിസ്റ്റർ കാലൻ കലാധരൻ. അങ്ങേരുടെ വീട്ടിൽ താമസിച്ച ഓർമ്മകളാണല്ലോ നിനക്കുള്ളത്. എന്നിട്ട് എൻ്റെ അച്ഛൻ ജയിലിലാണ് കിടക്കുന്നത്. അയാൾ ജയിലിൽ കിടക്കാത്തത് എന്നെ പോലെ വിവരമുള്ള ആൾക്കാർ ആ നാട്ടിലില്ലാത്തതുകൊണ്ടാ. ഭയങ്കര ബുദ്ധിയല്ലേ നിങ്ങൾക്ക്? അതേടി, മറച്ചു വെച്ചില്ല. മനുഷ്യരായ ഇത്തിരി ബുദ്ധിയും വിവരമൊക്കെ വേണം. ഇത് ഏതാണ്ട് കുഗ്രാമത്തിൽ വട്ടിക്കാട്ടിൽ ആൾക്കാർക്ക് ഒരു വിവരവും ഇല്ലാത്ത. ഇതെന്താണ് നിങ്ങളുടെ എപ്പോഴും തല്ലി പിടിച്ചോണ്ടിരിക്കണത്? മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ? പ്രകാശ് ചേട്ടാ, ആ ബിസ്ക്കറ്റ് ഇങ്ങ് എടുക്ക്. എടുക്ക്. എന്റെ കയ്യിൽ ഒന്ന് വായിൽ വെച്ചതാ. വേണോ? ചേട്ടാ, നമ്മൾ കല്യാണം കഴിഞ്ഞ ആള് ഒരു ഐസ്ക്രീം പാർലറിൽ പോയത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർമ്മയുണ്ടോ നിനക്ക്? പിന്നെ അത് അങ്ങനെ മറക്കുവാ? നമ്മളെ പട്ടാമ്പിന്ന് വരുന്ന വഴി. എന്നിട്ട് ഒരു ഐസ്ക്രീമില് നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ട് ഷെയർ ചെയ്ത് കഴിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ കൈതച്ചക്കയുടെ പൈനാപ്പിളിന്റെ ഷേപ്പിൽ പകുതിയിൽ ഫ്രൂട്ട്സ് ആയിരുന്നു അതിനകത്ത്. ഫ്രൂട്ട് സാലഡ് ആയിരുന്നു. ഫ്രൂട്ട് സാലഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലേ അത്? അതിന്റെ പുറത്തൊരു ചെറി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട? ഒരു വലിയ ചെറി. എന്നിട്ട് നീ ഞാനിവിടെ പപ്പാതി. എന്ത് പുഷ്പിക്കണത്? ആരെ കാണിക്കാനാണ്? അല്ല, നമ്മള് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നീ എന്തിനാ വന്നത് കട്ടുറുമ്പായിട്ട്? എന്താന്ന് കട്ടുറുമ്പാടിയത്? ഭാര്യ ഭർത്താവാണെങ്കിലേ പുഷ്പിക്കണമെന്നുണ്ടെങ്കിൽ റൂം അടച്ചിട്ട് പുഷ്പിക്കണം. ഇങ്ങനെ പൊതുയിടങ്ങളിൽ എല്ലാവരും കാണുകയല്ല പുഷ്പിക്കുക. ഞങ്ങൾക്ക് പുഷ്പിക്കാൻ സ്ഥലമൊന്നും വേണ്ട, ഞങ്ങൾ എവിടെ നിന്ന് പുഷ്പിക്കും. അല്ല, ഇവളിങ്ങോട്ട് കയറി വന്നതും പോരാ, എന്നിട്ട് ഇവിടെ തട്ടിപ്പ് വർത്താനം നോക്കിയ. ഓടി, ഞങ്ങൾ പുഷ്പയും പ്രകാശനുമാണ്, ഞങ്ങൾ എവിടെയും പുഷ്പിക്കും. നാളല്ല, ചമ്മിപ്പോയി ചമ്മിപ്പോയി. ശരിക്കും നിനക്ക് ഓർമ്മയുണ്ടോ ഐസ്ക്രീം കഴിച്ചത്? ഏത് ഐസ്ക്രീം? കല്യാണം കഴിഞ്ഞ് പോയിട്ട് പട്ടാമ്പിയിൽ. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം നിങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് മാത്രം മേടിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിച്ചതല്ലേ? ഞാൻ അവളുടെ മുമ്പിൽ പറഞ്ഞപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞാന്നാ വിചാരിച്ചത്. ഞാൻ
ഞാനല്ലേ അത് ഞാൻ പറയണ ഒരു ജന്മം കൂടി ജനിച്ചു വരണം. എടി ഇനിയെങ്കിലും നന്നായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു വിടടി. എന്ത് ചിന്തിക്കുമ്പോഴും അതിന്റെ ദോഷവശമേ ചിന്തിക്കാവുള്ളൂ കേട്ടോ.